ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ ചെറിയ 3 കഷ്ണം കറുവാപ്പട്ടയും 3 ഏലക്കയും 4 ഗ്രാമ്പൂവും ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ മതി, അത് കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ ഫ്ലേവറാണ് നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് നൽകുന്നത്. അതൊന്ന് ചൂടായി വന്നതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ പച്ചമുളകും ഇട്ട് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വന്നതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റൂവ് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ സവാളയും ഇട്ട് ലോ ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവാള അധികം വഴന്നു പോകേണ്ട ആവശ്യമില്ല, ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതിൽ ഉള്ളിക്ക് ആവശ്യമായ അല്പം ഉപ്പ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈ ഉള്ളി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പം ഒന്ന് ഹൈ ഫ്ലെയിമിലിടാൻ മറക്കരുത്. ഒരല്പം നാരങ്ങാനീര്, 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനൊക്കെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അതും ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടയുന്ന പരുവമാകുമ്പോൾ ഒരു 3-4 കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഞാനൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യരുത്. ഒന്ന് ചൂടായി ഒന്ന് ആവി വരുന്ന സമയം തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം. സ്റ്റൂ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ചാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ ആ ടെക്സ്ചറേ മാറിപ്പോകും. തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്കൊന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. നമ്മളിതിന് കടുക് വറക്കാറില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് അല്പം ഒരു 3-4 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കും.
ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. അങ്ങനെ ഉള്ളിയൊക്കെ വഴന്ന് വന്ന് കറിവേപ്പിലയും ഇട്ട് നമ്മൾ ഈ സ്റ്റൂവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇനി ഇളക്കരുത്. ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെയും ബൈ.